കളങ്കാവൽ ഇറങ്ങി ഇന്ന് 3-ാം ദിവസം. ഈ സിനിമ പലരും പ്രതീക്ഷിച്ചിരുന്നത്, കാരണം ഇതൊരു വലിയ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സിനിമയല്ല. 2 താരങ്ങളേ ഉള്ളൂ, വലിയ പുതുമുഖ സംവിധായകൻ, നെഗറ്റീവ് ഷെയ്ഡ് മമ്മൂട്ടി. അത് മാത്രമേ ഉള്ളായിരുന്നു ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം. മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡ്, വിനായകൻ നായകൻ എന്ന് പറഞ്ഞല്ലോ, ഇതിനകത്ത് പാട്ടോ സംഭവങ്ങളോ ഒന്നുമില്ല. ഈ സിനിമ 3-ാം ദിനം പിന്നിടുമ്പം തീ കളക്ഷൻ, റെക്കോർഡ് കളക്ഷനിലേക്കാണ് പോകുന്നത്. ഇതുപോലൊരു ജോണർ സിനിമയ്ക്ക് ഒരു ഫൈനൽ കളക്ഷൻ ചിലപ്പോൾ 25 കോടി അങ്ങനെ വരാൻ ചാൻസ് ഉള്ളൂ. കാരണം ഇങ്ങനൊരു സിനിമ അങ്ങനെയാണ്, ഒരു സ്ലോ പേസ് സാധനമാണ്, പതുക്കെ 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 പോകുന്ന, എന്നാൽ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന പല കാര്യങ്ങളുള്ള ഒരു ഗംഭീര സിനിമ. ഒരു കൊച്ചുപടം. ഈ ഒരു കൊച്ചുപടം 3 ദിവസം, അതായത് 3-ാം ദിവസത്തിന്റെ ട്രാക്കേഴ്സിന്റെ കളക്ഷൻ അനുസരിച്ച് ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കളക്ഷനിലേക്കാണ് കയറി പോകുന്നത്. കാരണം ഇപ്പം ട്രാക്കേഴ്സ് എടുക്കുന്ന കളക്ഷൻ നമുക്കറിയാം, പക്ക കളക്ഷനാണ്. നമ്മളിപ്പോ ഈ 2 ദിവസം പറഞ്ഞ കളക്ഷൻ കറക്റ്റ് കളക്ഷനാണ്. 3-ാം ദിവസത്തെ കളക്ഷൻ വേൾഡ് വൈഡ് 3 ദിവസം പിന്നിടുമ്പം, വേൾഡ് വൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം, GCC എല്ലാം, കേരളം GCC ആണ് കൂടുതൽ കളക്ഷൻ, GCC തൂക്കേടിയാണ് കേട്ടോ. ഇത് വേൾഡ് വൈഡ് കളക്ഷൻ 3-ാം ദിവസം 45 കോടി രൂപയ്ക്ക് അടുത്താണ്. ഏകദേശം 45-46 കോടി രൂപയ്ക്ക് അടുത്താണ് വരുന്നത്. എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഓരോ ദിവസവും 15 കോടി വെച്ച് ഈ പടത്തിന് കിട്ടുന്നുണ്ട്. ഇത് ഈ പടത്തിന് കിട്ടുന്ന ഒരു 450 കോടി കളക്ഷന് തുല്യമാണ് ഈ 45 കോടി. കാരണം ഇങ്ങനൊരു പടത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ കളക്ഷൻ ആയിരിക്കും ഈ സിനിമ. ഇനി നേടുന്ന ഓരോ കളക്ഷൻ എനിക്ക് സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഭയങ്കര ബോണസാണ്. എന്തായാലും മമ്മൂട്ടിയുടെ ബെസ്റ്റ് ചോയ്സ്, ഈ സിനിമയ്ക്ക് കിട്ടാവുന്ന ബെസ്റ്റ് കളക്ഷൻ. ഇനി അങ്ങോട്ട് പോകുമ്പോഴും ഗംഭീര കളക്ഷൻ നേരട്ടെ. നല്ല കളക്ഷൻ നേടുന്ന സിനിമയാകുമ്പം ഇനിയും അദ്ദേഹത്തിന് പരീക്ഷണം ചെയ്യാൻ അടിപൊളിയാകും. മമ്മൂട്ടി പരീക്ഷണത്തിന്റെ തമ്പുരാനാണ്.